നമ്മൾ വർഷം കൂടുതൽ പറയുമ്പോൾ നമുക്ക് ബഹുമാനം കൂടുതൽ കിട്ടും. സത്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ആണെന്ന് പറയുമ്പോൾ അവർ വലിയ താല്പര്യം കാണിക്കില്ല. നമ്മൾ വന്നത് അവർക്കിടെ എന്തോ നശിപ്പിച്ച മട്ടാണ് പലരും. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചെയ്യുന്നത്. 8-9 ജോബ് ഞാൻ ചെയ്തിട്ടുണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, അബീസിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കും ഈ വീഡിയോ ഒരു യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾക്കറിയാം 19 വർഷം മുമ്പ് എങ്ങനെയാണ് യു കെ എന്ന് നമുക്ക് ഒട്ടും മനസ്സിലാവില്ല. അന്നത്തെ ഒരു വ്യക്തി ഇന്നത്തെ യു കെനെ എങ്ങനെ കമ്പാരിസൺ ചെയ്യണമെന്നുള്ള രീതി, പിന്നെ ഇതിൽ ഒത്തിരി ടിപ്സും കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ ഈസ്റ്റാമിൽ വന്നപ്പോൾ എനിക്കൊരു സംഭവം ഉണ്ടായി. ഞാൻ ഇവിടെ ഒരു ബാർബർ ഷോപ്പിൽ, കാരണം ഞങ്ങളുടെ ഷെഫീൽഡിലേക്ക് മുടി കട്ട് ചെയ്യണതിന് 12 പൗണ്ട്, അപ്പൊ ഇവിടെ 8 പൗണ്ടിന് മുടിയും താടിയും സെറ്റ് ചെയ്ത് തരും. അങ്ങനെ ഞാൻ അവിടെ കയറി. ഞാൻ അവിടെ കയറിയപ്പോ ഇവിടെ ഒരു 10-15 വർഷമായ ആളാണ്. ഞാൻ മൂപ്പരായിട്ട് സംസാരിച്ചപ്പോ ഞങ്ങളിവിടെ വന്നത് വലിയൊരു അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായെന്നുള്ള രീതിയാണ്. അതായത് നിങ്ങളിവിടെ വന്നേ പിന്നെ ഇംഗ്ലീഷുകാർ ഞങ്ങളെ റെസ്പെക്ട് ചെയ്യണില്ല, നിങ്ങൾ പുതിയതായിട്ട് വന്ന തലമുറ ഇവിടുത്തെ റൂൾസ് ഫോളോ ചെയ്യണില്ല, നിങ്ങൾ പല തെറ്റുകളും ചെയ്യുന്നുണ്ട്, പേര് വരുമ്പോൾ ഇന്ത്യൻസ് ഇപ്പൊ വന്ന ഞങ്ങൾ എന്റെ ഈ ജനറേഷൻ അല്ലെങ്കിൽ ഈ 2020 കഴിഞ്ഞ് വന്നവരെ കൊണ്ട് പേഴ്സണലി എന്താണ് തോന്നിയത്? ഇവിടെ ഈ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെയും കുത്തകല്ലല്ലോ. ഇതെല്ലാവർക്കും തുറന്നു കിടക്കുന്ന ഒരു രാജ്യമാണ്. ലോകം മുഴുവൻ അങ്ങനെയാണ്. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചെങ്കിൽ, നമ്മളൊരു 300 വർഷം മുമ്പ് ഭൂമിയിൽ ജനിക്കണമെങ്കിൽ നമ്മൾ ഗ്ലോബൽ സിറ്റിസൺ ആണ്. അന്ന് പാസ്പോർട്ടുകളില്ല, എല്ലാ രാജ്യങ്ങളിലേക്കും നമുക്ക് യാത്ര ചെയ്യാം. നമ്മൾ ഗ്ലോബൽ സിറ്റിസൺ ആയിട്ടല്ലേ നമ്മൾ ജനിക്കുന്നത്. പിന്നീട് നാഷണലൈസേഷൻ വന്ന് ലോകങ്ങള് വിവിധ രാജ്യങ്ങളായി തിരിഞ്ഞ് ഓരോ രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തേക്ക് എടുക്കാൻ നമുക്ക് പാസ്പോർട്ട് വേണം. അങ്ങനെ നമ്മൾ ഒരു രാജ്യത്തിന്റെ മാത്രം ആളുകളായി മാറുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ആരാ? പറവകളെ പക്ഷികളൊക്കെ പോലെ എല്ലാവർക്കും പാല് നടക്കേണ്ട മനുഷ്യനാണ് നമ്മള്. നമ്മൾ വന്നത് അവർക്കിടെ എന്തോ നശിപ്പിച്ച മട്ടാണ് പലരും. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചെയ്യുന്നത്. സത്യത്തില് അതിന് വേറൊരു പോയിന്റ് കൂടി ഉണ്ട്. ഇപ്പൊ ഈ വന്ന ആളുകളുണ്ടല്ലോ, അവരെ കാലശേഷം ഇവിടെ വേറെ ആരും വരണ്ടേ? അതിനുശേഷം ലോകം അവസാനിക്കണോ? അങ്ങനെയല്ല ശരിക്കും അവരുടെ ചിന്ത വരുന്നത്. ശരിക്കും ഇവിടെ ആർക്കും ഒന്നും കുത്തുകല്ലോ. ഈ രാജ്യം നമുക്ക് എന്ത് അവകാശമുണ്ട്? ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റേറ്റ് കിട്ടുന്നുണ്ട്. കോമൺവെൽത്ത് കൺട്രീസിലാണ് നമ്മൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് വോട്ടവകാശം കിട്ടുന്നുണ്ട്. ഇവര് ഈ കമ്മ്യൂണിറ്റിയിൽ ഒരാളായിട്ടാണ് അവർ നമ്മൾ എപ്പോഴും കാണുന്നത്. ഈവൻ നമ്മുടെ നാട്ടില് തമിഴന്മാര് ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ വേർതിരിച്ചിട്ടല്ലേ കാണുന്നത്. അങ്ങനെ ഒരു വേർതിരിവ് ഈ കമ്മ്യൂണിറ്റിയിൽ ആരും നമ്മോട് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത്തരത്തിലുള്ള കുശുമ്പും കുനായ്മകളും കൂടുതലൊക്കെ ഉള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ്. ഞാൻ പല സ്റ്റുഡൻസിന്റെ അടുത്തും ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ടും ഈ സ്ട്രീറ്റിൽ പോണ മലയാളി സ്റ്റുഡൻസിനോട് ഇങ്ങനെ ചോദിക്കും, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന്. അപ്പം അവര് പറയണ കേൾക്കുമ്പോൾ നമുക്കൊരു കുളിർമ തോന്നും. അതായത് എന്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് നാട്ടിലൊരു വീട്, സന്തോഷമാണ്, അമ്മയ്ക്ക് വേണ്ടി വീട് പണിതോട്ടെ, കുഴപ്പമില്ല. പക്ഷെ പിന്നെ അവർക്ക് ഇവിടെ വീട് വേണം. നമുക്ക് ഒരു മനുഷ്യായുസില് നമുക്ക് ഈ 2 വീടേക്കും പണിയാൻ പറ്റുമോ എന്നുള്ള എനിക്കറിയില്ല. ഇപ്പം ഇവിടെ ജീവിച്ചൊരാളെന്നുള്ള രീതിയിൽ അതിനെന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാറുള്ളത്? ബേസിക്കലി നമ്മൾ മലയാളീസ് എപ്പോഴും വീട് എന്നുള്ള കൺസെപ്റ്റിന് താലോലിക്കുന്ന ആൾക്കാരാണ്. അതും വലിയ വീട്. മറ്റുള്ളവരെക്കാൾ നമ്മുടെ അടുത്ത കുടുംബത്തിലുള്ളവർക്കാൾ അല്ലെങ്കിൽ അയൽക്കാരെക്കാൾ വലിയ വീടുണ്ടാക്കുന്ന ഒരു ചിന്തകളുള്ള ആളുകളാണ് നമ്മൾ മലയാളീസ്. സ്വാഭാവികമായിട്ടും നാട്ടിലൊരു വീട് നല്ലതാണ്. സ്വാഭാവികമായിട്ടും പിന്നീട് ഇവിടെ സെറ്റിൽമെന്റ് ആയിട്ടുണ്ടെങ്കിൽ അവർ ഇവിടെ ഒരു വീട് ആഗ്രഹിക്കും. ചില സമയത്ത് ഫണ്ടിന് തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ നാട്ടിലെ വീട് വിട്ടിട്ട് ഒരു ആളുകൾ ഇവിടെ കാശ് കൊടുക്കാറുണ്ട്. ആദ്യം നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ ഇവിടെ സെറ്റിൽ ആവോ അതോ നാട്ടിൽ സെറ്റിൽ ആവോ എന്നാണ്. അതിനനുസരിച്ചിട്ട് നമ്മൾ വീട് എവിടെ വേണമെന്ന് തീരുമാനിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കറക്റ്റ് പോയിന്റ് ആണ് അത്. അല്ലെങ്കിൽ എല്ലാം ഒരു ബാധ്യത തലയിലെടുത്ത് വെച്ച് ഒരു പ്രഷർ കുക്കർ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും. പിന്നെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒത്തിരി മലയാളികളെ കണ്ടുവരും. ഒരു മലയാളിനെ യു കെയിൽ കാണുമ്പോൾ എന്താണ് ശരിക്കും ചോദിക്കുന്നത്? ഇവിടെ ഫസ്റ്റ് നമ്മൾ മലയാളി ഉണ്ടെന്ന് ആദ്യം ചോദിച്ചതിന് ശേഷം മലയാളി എന്ന് മനസ്സിലായിട്ടില്ല. അടുത്ത ക്വസ്റ്റൻ എന്താ വെച്ചിട്ടില്ല, അധികം ആളുകളാണ്, ഞാൻ എല്ലാവരും അടച്ചു പറയല്ല. അടുത്ത ക്വസ്റ്റൻ എന്താ വെച്ചിട്ടില്ലേ, ഒത്തിരി വർഷമായോ എന്ന് ചോദിക്കും. ഒത്തിരി വർഷമായും ചോദിക്കുന്നത്. അപ്പൊ കുറച്ചായി. അപ്പൊ എത്ര വർഷമായും ചോദിക്കും. അപ്പൊ നമ്മൾ വർഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. 5 വർഷത്തിന് മുകളിലായിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇവിടേക്ക് ഈ പുള്ളിക്ക് സെറ്റിൽമെന്റ് വിസ കിട്ടിയിട്ടുണ്ട്, ഇതിന്റെ ബാർഗോഡ് മനസ്സിലാവും. സത്യത്തിൽ നമ്മൾ അളക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർഷം ചോദിക്കുന്നത്. അല്ലാതെ എത്രയോ കാര്യങ്ങൾ ചോദിക്കാണ്ട് ആ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവർ ഈ വർഷം ചോദിക്കുന്നതും ചില പേര് ചോദിക്കില്ല, പേരിന് മുമ്പ് എത്ര വർഷമായിട്ട് ചോദിക്കുക. നമ്മളെ കാറ്റഗറി എന്താണ്, സ്റ്റാറ്റസ് എന്താണ്, അതറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്. നമ്മൾ വർഷം കൂടുതൽ പറയുമ്പോൾ നമുക്ക് ബഹുമാനം കൂടുതൽ കിട്ടും. സത്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ആണെന്ന് പറയുമ്പോൾ അവർ വലിയ താല്പര്യം കാണിക്കില്ല. സെറ്റിൽ ആയിട്ടുള്ള ആളുകൾ നമ്മളൊരു മോശം ചിന്താഗതി ഉണ്ടതൊക്കെ, മോശം ചിന്താഗതി ഒരു ഭാഗങ്ങളൊക്കെ.
ശരിക്കും ഈ UK-യുടെ മെഡിക്കൽ സിസ്റ്റത്തിനെ പറ്റി എന്താണ് പറയുക? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം UK-ലെ മെഡിക്കൽ സിസ്റ്റം ഫ്രീ ആണെന്നറിയാം. പക്ഷെ നമ്മളിവിടുത്തെ ആശുപത്രി പോകുമ്പോൾ ഉണ്ടാവുന്ന സിറ്റുവേഷൻ, ഇപ്പൊ പേഴ്സണലി എന്റെ ഇവിടെ ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് എന്റെ കാല് ഇവിടെ ഒടിഞ്ഞതാണ്. കാല് ഒടിഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് ACL ലിഗമെന്റ് സർജറി എവിടെയാ ചെയ്തത്, ഒരു സ്ക്രൂ ഇട്ടിട്ടുണ്ട് റൈറ്റ് ലെഗിൽ. അപ്പം എന്റെ കാലൊടിഞ്ഞ ദിവസത്തിന് ഏകദേശം 4 മാസം കഴിഞ്ഞിട്ടാണ് എന്റെ സർജറി നടന്നത്. അപ്പൊ ഇവിടുത്തെ എന്താണ് ഇവര് ഇത് ഫ്രീ ആണ് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണോ, അത് ഞാനൊരു ഇന്ത്യൻ ആയതുകൊണ്ടാണോ എനിക്ക് ഇങ്ങനെ ആയത്? ഇന്ത്യൻ ആയതുകൊണ്ടൊന്നല്ല, ഇവിടെ എല്ലാവർക്കും ട്രീറ്റ്മെന്റ് അങ്ങനെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് നമ്മുടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ തലവേദന ഉണ്ടെന്ന് തലവേദനക്ക് ഒരു ഗുളി തരും, പനി ഉണ്ടെന്ന് പനിക്ക് ഒരു ഗുളി തരും, ആകെ മരുന്ന് തന്നിട്ട് നമ്മുടെ വയറ് നിറച്ച് മരുന്ന് നമ്മൾ കഴിക്കേണ്ടി വരും. ഇവിടെ ഇവർ മരുന്ന് അങ്ങനെ കൊടുക്കില്ല, വളരെ അപൂർവമായിട്ട് മാത്രമേ അവർ മരുന്ന് കൊടുക്കുള്ളൂ. അതിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചിട്ടൊക്കെ ഇവർക്ക് നന്നായി അറിയാം. അപ്പൊ വളരെ സാവധാനമാണ് ഒരു മരുന്ന് തരുള്ളൂ. പ്രകൃതിദത്താൽ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് മാറ്റം സംഭവിക്കും. ഒരു മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ താനെ ചിലപ്പോൾ ഉണങ്ങിപ്പോകും. നമ്മുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് ഗുളികയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനെ നീട്ടി കൊണ്ടുപോകും. ഇവർ പരമാവധി സൈഡ് എഫക്ട് ഉണ്ടാവുന്നത് കൊണ്ട് മെഡിസിൻ കുറവ് കൊടുക്കുള്ളൂ. അത് നല്ലൊരു കാര്യമാണ്. നമ്മൾ മെഡിസിൻ അധികം കഴിക്കുന്നില്ല. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് നമ്മൾ ഒരുപാട് വയറ് നിറച്ചൊക്കെ മെഡിസിൻ കഴിച്ച ആളുകളായതുകൊണ്ട് നമുക്ക് അതിനോടുള്ള താല്പര്യം കൂടുതലായിരിക്കും. പക്ഷെ ഒരു ലിഗമെന്റ് സർജറി എന്നുള്ള ഒരു ഇതില് MRI സ്കാനിൽ ആ റിപ്പോർട്ട് വന്നു. അപ്പൊ അതിൽ മരുന്നില്ല, അതിലൊരു സർജറിയാണ്. പക്ഷെ ആ സർജറി തന്നെ 4 മാസം വൈകിയത്. ഇവര് സർജറി നമുക്ക് എന്തായാലും ആ ഒരു ടൈം ലിമിറ്റ് ഉണ്ടല്ലോ, ഇവർക്ക് അറിയാവുന്ന ഒരു ടൈം ലിമിറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് അവർ ചെയ്തിരിക്കും. അത്ര ഇമ്പോർട്ടന്റ് ആണ്. എമർജൻസി ആണെന്നുണ്ടെങ്കിൽ എമർജൻസി തന്നെ ചെയ്തിരിക്കും. എമർജൻസി അല്ലാത്തത് കൊണ്ടായിരിക്കും അത്രയും നീട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവുക. ഈ UK-ൽ വന്നേ പിന്നെ ഈ 19 വർഷത്തിനിടയ്ക്ക് എന്തൊക്കെ ജോലികളാണ് ചെയ്തത് ആ ആദ്യ കാലഘട്ടം മുതൽ? ചുരുങ്ങിയ കാലത്ത് പറയണെങ്കിൽ എനിക്കൊരു 8-9 ജോബ് ഞാൻ ചെയ്തിട്ടുണ്ടാവും. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ജോലിയിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കല് ചെയ്യാം. ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും ഏതാണോ സ്പോൺസർ അതിൽ അവർ കൂടെ നമ്മൾ ഫുൾ ടൈം ജോലിയിൽ ചെയ്യാം. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ജോലി താല്പര്യമില്ലാതെങ്കിൽ എപ്പോഴെങ്കിലും റിസൈൻ ചെയ്യുക, തിരിച്ചു പോവാ. ഞാന് ഹോട്ടൽ ഫീൽഡിൽ ജോലി ചെയ്തിട്ടുണ്ട്, 5 സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട്, കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഹോസ്പിറ്റൽ ഫീൽഡിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫീൽഡിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളൂ, ഫുഡ് ഇൻഡസ്ട്രിയിൽ വീണ്ടും. സ്റ്റാർട്ടിങ്ങില് ഞാനിവിടെ ജോലിക്ക് വന്നപ്പോൾ ഒരു റെസ്റ്റോറന്റിലാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞാൽ ഒരു 300 പേര് ഇരിക്കാവുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഒരു റെസ്റ്റോറന്റ്. അപ്പൊ റെസ്റ്റോറന്റില് വെയിറ്റർ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജോബാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണിൽ ഉണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളും താഴെ അണ്ടർഗ്രൗണ്ടിലായിരിക്കും കിച്ചണ്. ലിഫ്റ്റ് സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് കയ്യിലെടുത്ത് നമുക്ക് കൊണ്ടുവരണം, ടേബിൾ ക്ലിയർ ചെയ്യണം. അങ്ങനത്തെ ഒരുപാട് ഹാർഡായിട്ടുള്ള ജോലിയായിരുന്നു. 5-6 മാസം തുടർച്ചയായിട്ട് സ്റ്റെപ്പിനിടയിൽ കിടന്ന് ഓടുന്ന ഒരു ജോബായിരുന്നു ഉണ്ടായിരുന്നത്. 6 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രൊമോട്ടായി വെയിറ്ററായിട്ട്. പിന്നീട് സ്റ്റാഫ് പോകുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ സീനിയോറിറ്റി നമുക്ക് കൂടി വരും. പിന്നെ നമ്മൾ ഷോപ്പിൽ ഇൻചാർജ് ആവും. അങ്ങനെ പല രീതിയിലും സ്റ്റാർട്ടിങ്ങിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയി. ഇന്നപ്പോ ഇവിടെ വീട് കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്? അപ്പൊ വീട് കാര്യങ്ങള് നമുക്ക് ഇപ്പൊ എന്റെ വീട് ഞാൻ ഇപ്പൊ അടുത്താണ് വാങ്ങിക്കാൻ പോകുന്നത്. ഏകദേശം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മോർഗേജ് സിസ്റ്റമാണ്. ഗവൺമെന്റ് നമുക്ക് ലോൺ തരും. ബാക്കി ക്യാഷ് നമ്മൾ കയ്യിൽ ഇടുകയും ചെയ്യുക. പിന്നെ മന്ത്ലി പേ ചെയ്യുന്നതാണ് സിസ്റ്റം. ഇപ്പൊ UK-ൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യം ഇവിടുത്തെ വിന്ററൊക്കെ ആകുമ്പോൾ നമുക്കറിയാം 3 മണിയാവുമ്പോൾ ഇരുട്ടാവും. അപ്പം നമുക്കൊരു ഫ്രണ്ട് സർക്കിളിന്റെ ഒരു യൂസേജ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഡീൽ ചെയ്ത് പോണം? ഇവിടെ മലയാളി അസോസിയേഷൻസ് ഉണ്ട്. അത് വല്ലപ്പോഴൊക്കെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും. പക്ഷെ എല്ലാവർക്കും എല്ലാ ദിവസവും എത്തിക്കൊള്ളുന്നില്ല. ഇവിടെ പ്രധാനമായിട്ട് ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഫോണിലൂടെയാണ്. പിന്നെ എന്താ പറയാ, നമ്മ ഒരു ദിവസം വിളിച്ചില്ല എന്നുള്ള കംപ്ലൈന്റ് ഒന്നും ആർക്കും ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയാം എല്ലാവരും തിരക്കിലാണ്. പലർക്കും പല സമയത്താണല്ലോ ജോലി. അപ്പൊ അതിനോട് ബന്ധപ്പെട്ടിട്ട് എല്ലാവരും തിരക്കിലാവുന്നത് അറിയാവുന്നതുകൊണ്ട് എല്ലാവർക്കും പരസ്പരം ഉൾക്കൊള്ളും. ഈവൺ അയൽപക്കത്തിൽ ആരാന്ന് പോലും നമുക്കറിയില്ല. ഒരേ ഫ്ലൈറ്റിൽ താമസിക്കുന്നുണ്ടാവും, അപ്പുറത്തെ ഫ്ലൈറ്റിൽ ആരാന്ന് നമുക്കറിയില്ല. അങ്ങനത്തെ ബന്ധങ്ങളൊന്നും ഇവിടെ ഇല്ല. അതൊക്കെ നമ്മുടെ നാട്ടിലാണ്. നമ്മുടെ പഞ്ചായത്തിലുള്ള നമ്മുടെ വാർഡിലുള്ള എല്ലാ വീടുകളും നമ്മൾ അറിയും. ഓരോ വ്യക്തികളെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ആരെ കുറിച്ചും ധാരണയില്ല. നമ്മളെ കുറിച്ച് അവർക്കും ധാരണയില്ല, അവരെ കുറിച്ച് നമുക്കും ധാരണയില്ല. പരസ്പരം എല്ലാവരും ഒരു റെസ്പെക്ടോട് കൂടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഒരു പ്രത്യേകതരം സൊസൈറ്റി. കേരളത്തിലെ എന്താണ് നമുക്ക് UK-ൽ ഇംപ്ലിമെന്റ് ചെയ്താൽ നല്ലത്? നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മുടെ അയൽപക്ക ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, കൊടുക്കൽ വാങ്ങലുകള് എല്ലാം എത്ര നല്ല ബന്ധങ്ങളാണ് അതൊക്കെ. അതൊന്നും നമുക്ക് ഇവിടെ ഇല്ലല്ലോ. അത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ നന്നായി തോന്നാറുണ്ട്. ഇപ്പം 19 വർഷമായി UK ജീവിതം. ഇപ്പൊ നാട്ടിൽ പോവാൻ തോന്നുന്നുണ്ട്? ഇതെല്ലാം നിർത്തി നാട്ടിൽ പോവാൻ തോന്നുന്നുണ്ടോ? നാട്ടിൽ പോവാൻ സത്യത്തില് നാട്ടിൽ പോകുന്നത് ഇഷ്ടമാണ്. നാട്ടിൽ പോയി സെറ്റിൽ ആവാൻ ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്.
നമുക്ക് ഈ സൊസൈറ്റിയിൽ കിട്ടുന്ന ബഹുമാനം വളരെ വലുതാണ്. കാരണം നമ്മുടെ നാട്ടിൽ പോലും കിട്ടാത്ത ബഹുമാനം ഈ രാജ്യത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു അന്യദേശത്ത് നിന്ന് വന്ന് നമുക്ക് ഇവരെ കമ്മ്യൂണിറ്റിയിലുള്ള ആളായിട്ട് നമ്മൾ അവർ പരിഗണിക്കുന്നുണ്ട്. ഇത്രയും നിലയും വിലയും കാര്യങ്ങളൊന്നും നമുക്ക് നാട്ടിൽ കിട്ടില്ല. നാട്ടിലെ നിയമങ്ങളും ഇവിടുത്തെ നിയമങ്ങളും തമ്മിലുള്ള ഒരു വലിയൊരു ഡിഫറൻസ് എന്താണെന്ന് പറയാമോ? നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സ്മൂത്തായി ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കും. അത് വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും മറ്റു സ്ഥലങ്ങളിലും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ കാലം കഴിച്ചു കിട്ടും. അവർക്ക് സിമ്പിളായി ചെയ്യാവുന്ന കാര്യം ഓഫീസേഴ്സ് ചെയ്തു തരില്ല. അവർ നാളെ വാ മറ്റന്നാൾ വാ എന്നിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. വല്ല രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് ക്ലിയർ ആവും. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പെട്ടെന്ന് തന്നെ ക്ലിയർ വരും. നമ്മളിവിടെ വെയിറ്റ് ചെയ്യിച്ച് നിർത്തുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ല. ഏറ്റവും രസകരമായിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഓഫീസുകളിൽ പോയിട്ടുണ്ടെങ്കിൽ പ്യൂൺ എന്നത്തെ ഒരു തസ്തിക ഉണ്ടാവും. അവർക്ക് ചായ വാങ്ങി കൊടുക്കാനും ഫയൽ എടുത്തു കൊടുക്കാനും എല്ലാ കാര്യങ്ങൾക്കാണ് അവർ നിൽക്കുന്നത്. ഇവിടെ ഓരോരുത്തരും അവരവന്റെ പ്യൂണുമാണ്, അവനവന്റെ മാനേജറുമാണ്. ഇവിടെ പ്യൂൺ എന്നുള്ള തസ്തിക ഇവിടെ കാണാറില്ല. പിന്നെ ഇപ്പം ഈ ഒരു വീഡിയോയുടെ ഒരു അവസാന ഘട്ടത്തിലോട്ട് നമ്മൾ വരുവാണ്. അപ്പം എന്താണ് ഇപ്പോൾ ഉള്ള ഈ മലയാളി സമൂഹത്തിനോട് അല്ലെങ്കിൽ എന്റെ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ഇവിടെ ഇപ്പോഴും അവസരങ്ങളുണ്ട്, എല്ലാ രീതിയിലും അവസരങ്ങളുണ്ട്. പക്ഷെ നമ്മള് എടുക്കുന്ന കോഴ്സ് നല്ല കോഴ്സുകളാണെങ്കിൽ നമുക്ക് ഇവിടെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. മാത്രമല്ല കുറഞ്ഞ സമയത്ത് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിലും ആ സമയം മാക്സിമം യൂസ് ചെയ്യുക, പരമാവധി വർക്ക് ചെയ്യുക. ഒരിക്കലും ഗൾഫിലെ പോലെ ഒരു ഈസി ജോബോ അല്ലെങ്കിൽ നാട്ടിലെ പോലെ ഒരു ഈസി ജോബോ ഇവിടെ കിട്ടില്ല. വർക്ക് എപ്പോഴും ഹാർഡായിരിക്കും. സാധാരണ 5 പേര് ചെയ്യുന്ന ജോലിയാണെങ്കിൽ ഇവിടെ 4 പേരെ വെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ 5 പേര് ജോലി 4 പേർക്ക് കൊടുക്കും. അത്ര ഹാർഡായിട്ടാണ് ഇവിടെ വർക്ക് കിട്ടുക. കറക്റ്റ് വർക്ക് ആ പാറ്റേണിൽ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സാമ്പത്തികമായിട്ട് ചെറിയ അഭിവൃദ്ധി ഉണ്ടാവും, സംശയമൊന്നുമില്ല.